യൂറോപ്യൻ രാജ്യങ്ങളിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല യൂട്യൂബ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സും വളഞ്ഞു മൂക്കി പിടിക്കുന്ന കലാപരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് കൃത്യമായി പച്ചയ്ക്ക് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പലരും ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. പലരുടെയും സ്റ്റാറ്റസുകൾ നമ്മൾ കാണാറുണ്ട്. പലരും ഇപ്പോൾ ആ രാജ്യത്തുണ്ട്. ഇവിടെ ഒന്നും കോളേജൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല ആ രാജ്യത്തേക്കൊക്കെ പോകുന്നത്. അല്ലെങ്കിൽ ജോലി എന്നുള്ള രീതിയിൽ നേഴ്സുമാർക്ക് ഇവിടെ ജോലി ചെയ്യാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല ഇവരൊക്കെ IELTS അല്ലെന്നുണ്ടെങ്കിൽ ജർമ്മൻ ഭാഷയും അല്ലെങ്കിൽ ഫ്രഞ്ച് ഭാഷയൊക്കെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ട് ഈ രാജ്യങ്ങളിൽ പോലും ജോലി ചെയ്യുന്നത്. കാരണം അവിടെ മെച്ചപ്പെട്ട രീതിയിൽ സാലറി കിട്ടും, നല്ല ലൈഫ് സ്റ്റൈൽ കിട്ടും, കുറച്ച് കഴിയുമ്പോൾ PR കിട്ടും, പിന്നെ അവിടെ പൗരനായിട്ടൊക്കെ സുഖമായിട്ട് ജീവിക്കാം. അതുകൊണ്ടാണ് ഇവിടെ പലരും ഈ യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ കുടിയേറുന്നത്. ഇവരാരും അഫ്ഗാനിസ്ഥാനിലേക്കോ പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ ഒന്നും അല്ല പോകുന്നത്. ഇതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ലൈഫ് സെറ്റാക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അത്രേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ലൈഫ് സെറ്റാക്കാൻ വേണ്ടിയാണ് ഇവിടെ പലരും പോകുന്നത്. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഈ കുടിയേറ്റക്കാരുണ്ട്. അതായത് കുനി നിന്ന ബോംബ് പൊട്ടുന്ന പല രാജ്യങ്ങളുണ്ട്. ഒരു നേരത്തെ റൊട്ടി കിട്ടാത്ത പല രാജ്യങ്ങളുണ്ട്. അവർ കൈ കിട്ടുന്ന സാധനമൊക്കെ എടുത്തുകൊണ്ട് കണ്ട ബോട്ടിലൊക്കെ കയറിയൊക്കെ കുടിയേറ്റക്കാരായിട്ട് ഇതുപോലുള്ള രാജ്യങ്ങളിൽ പോകാറുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അവരെയൊക്കെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ രാജ്യങ്ങളൊക്കെ അവിടെ കുടിയേറി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതും മെച്ചപ്പെട്ട ഒരു സെക്യൂരിറ്റി ലൈഫ്, സമാധാനത്തോടെ ജീവിക്കാൻ ഭക്ഷണം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് ഇവർ അവിടെ ചെല്ലുന്നത്. ഈ ചെന്നതിന് ശേഷം പല കുടിയേറ്റക്കാരുടെയും സ്വഭാവം മാറാറുണ്ട്. ഈ റൊട്ടി കിട്ടാത്ത അല്ലെങ്കിൽ കുഞ്ഞിരുന്ന ബോംബ് പൊട്ടുന്ന പല ദാരിദ്ര്യം പിടിച്ച രാജ്യങ്ങളിൽ നിന്നൊക്കെ ചെന്നിട്ട് പിന്നെ ഇവർ സ്വഭാവം മാറിയിട്ട് നമ്മുടെ മത നിയമങ്ങൾ വേണമെന്നൊക്കെ വാശി പിടിക്കുക. ഈ കുടിയേറി ചെന്ന രാജ്യത്തെ കൾച്ചർ നശിപ്പിക്കാൻ ശ്രമിക്കുക. ഈ കുടിയേറി ചെന്ന രാജ്യത്തെ ഈ നിയമത്തിന് പുല്ല് വില കൊടുക്കുക, അവരെ ആക്രമിക്കാൻ ശ്രമിക്കുക. ഇതുപോലുള്ള കലാപരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം നടക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക. ഋഷി സുനക് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ വംശജനായിരുന്നു അവരുടെയൊക്കെ പ്രധാനമന്ത്രിയായിട്ടിരുന്നത്. നമ്മൾ ആലോചിച്ചു നമ്മുടെ ഇന്ത്യയിൽ അത് നടക്കും. സോണിയാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഇറ്റലിക്കാരിയായിരുന്ന വ്യക്തിയെ പിടിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയാൽ ഞാൻ മൊട്ടയടിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ സ്റ്റേറ്റ്മെന്റ് വന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമുക്കൊന്നും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവർ ഒരു ഇന്ത്യൻ മുൻ വംശജനെ പിടിച്ച് അവരുടെ പ്രധാനമന്ത്രി വരെയാക്കിയ ആൾക്കാരാണ് ഇപ്പോൾ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭമായിട്ട് നടക്കുന്നത്. കാരണം പല സ്ഥലത്തും അമിതമായ രീതിയിലുള്ള പ്രശ്നങ്ങളാവാൻ തുടങ്ങി. മതപരമായ വിഷയം, റോഡിലിറങ്ങി മതപ്രഭാഷണം, അല്ലെന്നുണ്ടെങ്കിൽ നിസ്കാരം, റോഡിലിറങ്ങിയിട്ട് ഈ സിഖുകാരൊക്കെ ഈ ബല്ലെ 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 എന്നൊക്കെ പറഞ്ഞ ഡാൻസ് കളിക്കുക. ഹിന്ദുസിലുള്ള ആൾക്കാരൊക്കെ ഈ ഗരുഡൻ തൂക്ക് ഇതുപോലുള്ള രാജ്യങ്ങളിൽ പോയിട്ട് നടത്തുന്നത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇതൊക്കെ കണ്ടിട്ട് റോഡിൽ കൂടെ പോകുന്നു ഗരുഡൻ തൂക്ക്, ഈ മേളവും താളവും ഒക്കെ ആയിട്ട്. അപ്പം ഇവിടുത്തെ കൾച്ചർ കൊണ്ടുപോയി അവിടെ അടിച്ചേൽപ്പിക്കുക. അതായത് ഈ രാജ്യത്തെ കൾച്ചർ അവിടെ കൊണ്ടുപോയി അടിച്ചേൽപ്പിക്കുക. അല്ലെങ്കിൽ ഈ ദുരിതം പിടിച്ച രാജ്യത്തു നിന്ന് പല രാജ്യങ്ങളിലും പാകിസ്ഥാൻ പോലുള്ള രാജ്യത്ത് നിന്നൊക്കെ കിട്ടിയതെടുത്തുകൊണ്ട് പോയ ആൾക്കാരൊക്കെയാണ് അവിടെയൊക്കെ ഉള്ളത്. അവിടെ പോയിട്ട് പാകിസ്ഥാന് കൊടി വീശുക. അങ്ങനെ കലാപരിപാടി, മതപരിവർത്തനം, അല്ലെന്നുണ്ടെങ്കിൽ മതപരമായ നമ്മുടെ മതം എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ മത നിയമം നമ്മൾ അനുസരിക്കുക എന്നുള്ള രീതിയിൽ ഈ ലണ്ടനിലൊക്കെ ആ ലണ്ടൻ ബ്രിഡ്ജൊക്കെ ഉണ്ട്, അതിൽ നിന്നും മതപ്രസംഗം നടത്തുക. ഇങ്ങനെയൊക്കെ കലാപരിപാടിയൊക്കെ ആയി ഓവറായി കഴിഞ്ഞപ്പോഴത്തേനും അവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയതാണ് സത്യം. ഇതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ ബംഗാളികൾ നമ്മുടെ ഇന്ത്യക്കാർ തന്നെയാണ് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ. ഈ വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ ആൾക്കാർ പണിക്ക് വരാറുണ്ട്. പണിക്ക് വരാൻ നേരത്തെ മാന്യമായിട്ട് നമ്മളോട് പെരുമാറി കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ചായയും ബിസ്ക്കറ്റും കൊടുക്കും, ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും, വൈകിട്ട് നല്ല ചായ ഏത്തക്കപ്പോ പരിപ്പോടൊക്കെ കൊടുക്കും. അതേസമയം പാൻപരാഗൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ കവളത്ത് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിടുവോ? ഇല്ല. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ രാജ്യം, അവരുടെ ഒരു കൾച്ചറിലേക്ക് കടന്നു കയറിക്കൊണ്ടും അവരുടെ ആ കൾച്ചർ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കലാപരിപാടിയായിട്ട് കുടിയേറ്റക്കാർ എത്തിയപ്പോൾ അവർ പ്രതിരോധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഈ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ഏഷ്യക്കാരായിട്ടുള്ള ഇതൊന്നും അറിയാത്ത പാവ മലയാളികളും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ കവളത്ത് ഇടിയിട്ടാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത്ര സേഫ് ഒന്നും അല്ല യൂറോപ്യൻ രാജ്യങ്ങൾ എന്നുള്ളതാണ്. അവർ പ്രതിരോധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഇറ്റലി പോലുള്ള രാജ്യങ്ങളൊക്കെ മുസ്ലിം കുടിയേറ്റക്കാരെ കയറ്റൂല എന്നുള്ള രീതിയിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ നെതർലൻഡ് പ്രൈം മിനിസ്റ്റർ പറയുന്നത് മുസ്ലിങ്ങൾ ഈ രാജ്യത്തുനിന്ന് വിട്ടുപോകും, നിങ്ങളുടെ രാജ്യങ്ങളിലേക്ക് പോകും, നിങ്ങളുടെ കൾച്ചർ അനുസരിച്ച് ജീവിക്കൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ പ്രശ്നങ്ങൾ ഇതുപോലുള്ള രാജ്യങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. ഇതിൽ മറ്റൊരു ഭാഗമുണ്ട്. ഈ ഹമാസ് ഇസ്രായേൽ വിഷയം, പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഇപ്പോൾ ലോകത്തെ പല സ്ഥലങ്ങളിലും പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്കയിലായാലും ഈ സ്റ്റുഡൻറ്റുകളൊക്കെ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് ലണ്ടനിലൊക്കെ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ ഈ പഠിക്കാൻ വിസയൊക്കെ എടുത്തു വന്ന ആൾക്കാർ അവിടെ പ്രക്ഷോഭം നടത്തി കൊടി പിടിച്ച് ജയ് വിളിച്ച് സിന്താവ് വിളിക്കുകയാണ്. ഇതേ ആൾക്കാർ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇതുപോലെ കൊടി പിടിച്ച് ഇപ്പോൾ പാലസ്തീന് വേണ്ടി, ഹമാസിന് വേണ്ടി ഒരു മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ അവരെ പിടിച്ച് നാട് കടത്തിക്കളയും. ഇതുപോലെ കുറേ ആൾക്കാർ പഠിക്കാൻ ഇവിടുന്ന് വിസയൊക്കെ എടുത്ത് പോയിട്ട് അവിടെ പോയി ജയും സിന്താബും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ പ്രതികരിക്കാൻ തുടങ്ങും.
ആ പ്രതികരണമാണ് നമ്മൾ സ്വാഭാവികമായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കൊടി പിടിച്ച് ജയ് വിളിക്കണം, നിങ്ങൾക്ക് ഹമാസിനോ ഇസ്രായേലിനോ വേണ്ടി കൊടി പിടിച്ച് ജയ് വിളിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മതം പ്രചരിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മത നിയമം അനുസരിച്ച് ജീവിക്കണം, ധൈര്യമായിട്ട് തിരിച്ച് നിങ്ങളുടെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകും. നിങ്ങൾ നിങ്ങളുടെ പഴയ രാജ്യത്തേക്ക് തിരിച്ചു പോയിട്ട് നിങ്ങൾ ഓടി പിടിക്കുകയോ ബഹളം വെക്കുകയോ ഒക്കെ ചെയ്യും. അപ്പം പ്രശ്നം എന്ന് വെച്ചാൽ ഭക്ഷണം കിട്ടത്തില്ല, സെക്യൂരിറ്റി കാണത്തില്ല, ചിലപ്പം ഏതെങ്കിലും ഒരു ബോംബ് എവിടെന്നെങ്കിലുമൊക്കെ വീണ് തട്ടിയും പോകുന്നൊരവസ്ഥ. അത്രയ്ക്ക് മോശപ്പെട്ട അവസ്ഥയിൽ നിന്നുമാണ് ഇതുപോലൊരു സെക്യൂരിറ്റി ഉള്ള രാജ്യത്ത് വന്നിട്ടാണ് ഇവർ ഈ കലാപരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള റിയാക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവർ പ്രതിരോധിക്കും. ഇത് തന്നെയാണ് നമ്മൾ പണ്ട് ചെയ്തത്. ഇൻഡിപെൻഡൻസ് ഡേ ഇപ്പോൾ നമ്മൾ ആഘോഷിക്കാൻ പോവാണ്, ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ വേണ്ടി അവരിവിടെ വന്ന് തോന്നിവാസം കാണിച്ചപ്പോഴാണ് നമ്മൾ ഒരുപോലെ നിന്നിട്ട് പ്രതിരോധിച്ചത്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നതാണ് ഇതുപോലെ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ കാനഡ പോലുള്ള രാജ്യങ്ങളിലൊക്കെ നിന്ന് അപ്പോഴേ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോകുന്നൊരവസ്ഥ. നമ്മുടെ ഒരു നടിയൊക്കെ അവിടെ പോയിട്ട് അവർ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഫോൺ അടിച്ചുകൊണ്ട് പോവുക, കാറൊക്കെ ഈ മരത്തിൽ തുടലിട്ട് പൂട്ടിയിടുക, സൈക്കിൾ തല്ലിപ്പൊളിച്ചുകൊണ്ട് പോവുക, പബ്ലിക്കായിട്ട് വന്ന് ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോവുക. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണമാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ രാജ്യത്തെ നിയമം അനുസരിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് ഇതുപോലെ കലാപരിപാടി കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൈയും കെട്ടി നോക്കിക്കുമോ?